പാർട്ട് ടൈമായിട്ട് സ്വിഗ്ഗി ഓടിക്കൊണ്ട് നമുക്ക് എത്ര രൂപ സമ്പാദിക്കാൻ പറ്റും? ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അതാ വെഞ്ഞാറമൂടുള്ള എൻ്റെ വീടാണ്. സ്വിഗ്ഗി ഓടുന്നതെന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ജോലിയാണോ? ആണോ? നമുക്ക് നോക്കാം. ശ്രീകാര്യത്ത് ഇൻസ്റ്റമാർട്ട് സ്റ്റോർ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ പിക്ക് ചെയ്യുന്നത്. ഞാൻ കൂടാതെ വേറൊരു സിനിമ സീരിയൽ ആക്ടർ കൂടെ ഉണ്ട്. അരുണേട്ടാ ഹായ്. അപ്പോൾ ചേട്ടാ കഴിഞ്ഞ പടം ഏതായിരുന്നു ചേട്ടാ ലാസ്റ്റ് ചെയ്തത്? പടക്കളം. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൊരു സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ നടക്കട്ടെ, വലിയൊരു ആക്ടർ ആവട്ടെ. ചേട്ടനെ ഞാനും. ഇതാണ് ഇൻസ്റ്റമാർട്ട് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ആ ഒരു ബാഗിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നത് കാണാൻ പറ്റും. ലൊക്കേഷൻ അപ്പോൾ ഇതിൻ്റെ എയ്തർ ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ മാപ്പ് ഉണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു. ഡെലിവറി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്നും ഡെലിവറി ഓടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു മാതാവിൻ്റെ തിരുരൂപം. എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള മഹത്തരമായ ഒരു സന്ദേശമാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. അപ്പോൾ ഈ സമയം ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളൂർ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഉള്ളൂർ ജംഗ്ഷനിൽ എന്താ ഒരൊറ്റ വണ്ടി പോലും കാണാനില്ല. ഉറങ്ങി വീഴാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഇന്നലെയും കൂടെ ഞാൻ ഉറങ്ങി വീഴുന്നില്ല. അതുപോലെ തന്നെ പട്ടികളെടുത്ത് കുറുക്കേ ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റാഷ് ഡ്രൈവിങ്, ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട് നമുക്ക് പാർട്ട് ടൈം ഓടുമ്പോൾ. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏതാണ്ടൊരു 5:30 ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അത് ഡെലിവറി ജോലി ആയിരുന്നാലും എന്ത് ജോലി ആയിരുന്നാലും. അങ്ങനെ 1400 രൂപയാണ് ഞാനിന്ന് ഏൺ ചെയ്തിട്ടുള്ളത്. ഈ 1400 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെടാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ കഴിയത്തില്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിലേക്ക് വരുന്ന 1 രൂപയാണെങ്കിൽ പോലും ആ 1 രൂപ പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ കഷ്ടപ്പെട്ടിട്ട് ആ 1 രൂപ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്.